അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു തുള്ളി വെളിച്ചം എന്ന ഈ വാട്സപ്പ് പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവ കാരണമായി വിശ്വാസത്തിന്റെ മാധുര്യം അവൻ അറിഞ്ഞിരിക്കുന്നു എന്ന്. അള്ളാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവൻ ഏറ്റവും ഇഷ്ടമുള്ളവരാവുക. ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. അള്ളാഹു അഭയം നൽകിയ ശേഷം, മുഅ്മിനായ ശേഷം വീണ്ടും സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നതിന്, നരകത്തിലേക്ക് എറിയപ്പെടുന്നതിന് എന്ന പോലെ അവൻ വെറുക്കുക. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത അതിവിശിഷ്ടമായ ഒരു ഹദീസാണിത്. സഹോദരങ്ങളെ, മാനുഷിക ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. പരസ്പര ബന്ധങ്ങളും സൗഹൃദ സ്നേഹബന്ധങ്ങളും ഇസ്ലാമിൽ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട മൂല്യങ്ങളാണ്. ഖിയാമത്ത് നാളിൽ മഹ്ശറയിലെ കഠിനമായ സൂര്യന്റെ ചൂടിൽ വിയർത്തു കുളിച്ചുകൊണ്ട് സൃഷ്ടികൾ വിചാരണ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു തന്റെ അർശിന്റെ തണലിൽ വിരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന 7 വിഭാഗം ആളുകളിൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞ ഒരു വിഭാഗം പരസ്പരം വിശുദ്ധമായ സ്നേഹം വെച്ച് പുലർത്തുന്ന 2 ആളുകളെ ആണെന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ദിവ്യമായ സ്നേഹത്തിന്റെ മഹാത്മ്യം അനന്തമായി പരന്നു കിടക്കുന്നു എന്ന് ഈ ഹദീസുകൾ സൂചിപ്പിക്കുന്നു. സഹോദരങ്ങളെ, സുഹൃത്തിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനും അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മുന്നോട്ട് വരാനും സന്നദ്ധത പ്രകടിപ്പിച്ച മദീനയിലെ അൻസാറുകൾ ഇസ്ലാമികമായ വ്യക്തിബന്ധങ്ങൾ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ചരിത്രത്തിൽ സ്ഥാനം നേടിയതാണ് നമുക്കറിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അൻസാറുകളെ ഏറെ പുകഴ്ത്തി പറഞ്ഞതാണ്. ലൗൽ ഹിജ്റതു ലകുന്തു റജുലൻ മിനൽ അൻസാർ എന്നുവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥമായ സൗഹൃദം ഒരു വ്യക്തിയെ മഹത്വമാക്കുന്നു, അല്ലെങ്കിൽ മഹാനാക്കുന്നു. അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾക്കും പരസ്പര മൂല്യങ്ങൾക്കും വിലയില്ലായ ആധുനിക ലോകത്ത് ആത്മാർത്ഥമായ സ്നേഹം കെട്ടിപ്പടുക്കുന്നതിലൂടെ ആത്മീയമായ ഭൗതികമായ നേട്ടം കൈവരിക്കാൻ നാം സമയം കണ്ടെത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.